ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും ശേഷം സുഖമാണെന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കണ്ടാലോ. ഇന്ന് ഞാൻ ലീവാണ് കേട്ടോ. ലീവാക്കാൻ കാരണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇന്ന് ലീവായത് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഞാനാണ് ഇന്ന് എല്ലാ ബേബിനെ നേഴ്സറിൽ കൊണ്ടാക്കുന്നത് കേട്ടോ. ഇനി ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അവളെ ഫ്രണ്ട്സ് ഈ ഉണ്ണിയൊക്കെ വന്നിട്ട് നമ്മളെ അടുത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ അവളവളെ മാലയും അവളുടെ വർത്താനം യെല്ല ബേബി, ഇപ്പോൾ അവൾക്ക് യെല്ല ബേബി എന്നുള്ള പേരൊക്കെ വേണ്ടിട്ട്. ഇപ്പോൾ യെല്ല ബേബി എന്ന് ഞാനാണ് അവളെ വിളിക്കാറ്. യെല്ല ബേബി എന്ന് ഞാൻ അങ്ങനെ പറയാറ് കേട്ടോ. അവൾ യെല്ല ബേബി എന്നാണ് പറയാറ്. ഇപ്പോൾ ഇതേ മൂപ്പരാളെ കൂട്ടുകാരും നേഴ്സറിലും ഇപ്പോൾ അവൾ യെല്ല ബേബി ആയിട്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ബേബി ഉണ്ട്. അപ്പോൾ അവൾ ചോദിക്കുക യെല്ല ബേബി എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവളെ കൂട്ടുകാരി. അപ്പോൾ അങ്ങനെ അവരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. യെല്ല ബേബിക്ക് മാലല്ലേ എന്തൊക്കെയോ ഇന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവന് ശരിക്കും നീ നിൻ്റെ ഉമ്മാടെ പോലെ തന്നെയെന്ന് പറഞ്ഞു കേട്ടോ കാണാൻ. അപ്പോൾ മാല ഉണ്ടല്ലേന്ന് ചോദിക്കണം. അപ്പം നമ്മൾ യെല്ല ബേബിയുടെ മാല കാണിച്ചു കൊടുത്തേ അവൾ ചോദിക്കണ കിട്ടിയില്ലെന്ന് തന്നെ. അപ്പോൾ യെല്ല ബേബിക്കാണല്ലോ യെല്ല ബേബിക്ക് പുതിയ മാല കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷമൊന്നും ഇല്ല കേട്ടോ. എന്താണെന്നറിയില്ല, കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ കാണിച്ചു കൊടുക്കാൻ വലിയ ഉഷാറൊന്നും മൂപ്പരാൾക്കില്ല കേട്ടോ. അപ്പോൾ അവളെ മാല കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവൾക്ക് എന്നിട്ട് ഒരു നമ്മൾ പറയുന്നുണ്ട് യെല്ല ബേബി ഉമ്മച്ചി പൊയ്ക്കോ, ഉമ്മച്ചി മതി, ഉമ്മച്ചി പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ യെല്ല ബേബിയുടെ മാലമ്മ എന്താ ഉള്ളതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അത് ബട്ടർഫ്ലൈ ആണ് ഉള്ളതെന്നൊക്കെ. പിന്നെ ഇവളെ ഇവിടെ ആക്കിയിട്ട് വേണം എനിക്ക് ഇനി ഒരുപാട് സ്ഥലത്തേക്ക് പോകേണ്ടത്. ഇന്ന് കുറേ സ്ഥലത്തേക്ക് പോകേണ്ടുന്നൊരു ദിവസം പിന്നെ എവിടേക്കൊക്കെ എത്തിപ്പെടും എന്ന് എനിക്കറിയില്ല. പിന്നെ ആദമും എൻ്റെ കൂടെ ഉണ്ട്, അവനായിട്ടാണ് പോണത്. യെല്ല ബേബി ഭയങ്കര വർത്താനം എന്നൊക്കെ ടീച്ചർ പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ പോണവരെ മൂപ്പരാൾ വലിയ വർത്താനം മൈൻഡൊന്നുമില്ല കേട്ടോ. പിന്നെ ഇപ്പുറത്തുള്ള ആളിരുന്ന് പറയേണ്ടി യെല്ല ബേബിയുടെ മാല എവിടെ ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ ഇരുന്നിട്ട് ഇപ്പുറത്തുള്ള ആദം എന്നാണ് കേട്ടോ അവരുടെ പേര്. അവൻ അവിടെ ഇരുന്ന് പറയണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആദമിന് പുതിയ ബേബിയൊക്കെ വന്നിട്ടുണ്ടല്ലോ, ബേബിയുടെ പേരെന്താ, എന്ത് ബേബിയാന്നൊക്കെ ചോദിച്ചിട്ട് അവനെങ്ങനെ എന്നോട് ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവനും. അപ്പോൾ എന്നോട് പോണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ടീച്ചർ അവിടെ പോയിട്ട് ഒരു ഫോമിൽ ഒപ്പിട്ട് കൊടുക്കുക അങ്ങനെ എന്തൊക്കെയോ ഒരു പരിപാടി ഉണ്ടായിരുന്നു നഴ്സറിയിലത്തെ. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാനില്ലാത്ത കാരണം എനിക്കതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇന്ന് എന്തായാലും അത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതോടാണ് ഞാൻ ഇത്രയും ടൈം നിൽക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ യെല്ല ബേബിനെ അവിടെ ആക്കിയിട്ട് ഞാൻ നേരെ പോകും കേട്ടോ. ആദമിനോട് ഞാൻ പറഞ്ഞു ആദമ നീ വരണ്ട, പോയി കുളിച്ച് ഫ്രഷ് ആയത് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നമുക്ക് പോകണ്ടല്ലേ എന്ന് അവനോട് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ വീട്ടിൽ വന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. പിന്നെ നല്ല വെയിൽ, ഞങ്ങൾ എന്തായാലും രാവിലെ പോകാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ പറ്റിയില്ല. ഇറങ്ങുമ്പോൾ ഒരു 12:45 ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും നല്ല വെയിലുണ്ട്. എന്തായാലും ഞാൻ എന്തെങ്കിലും ലൈമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ ആദമിന് പൊതുവെ പുറത്തിറങ്ങിയാൽ എന്തായാലും വിശപ്പ് ഉണ്ടാവാറുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് ഇവിടെ ഒരു ഇൻസ്റ്റയിൽ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ 49 ഷെയ്ക്കും ഒക്കെ എല്ലാത്തിനും 49 ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് എന്നായിട്ടുള്ളത്. ഇവിടെ നിന്ന് ചായ കുടിക്കാറുണ്ട്, പക്ഷേ ഷെയ്ക്കും ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് കുടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ചിക്കു ഷെയ്ക്കാണ് ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കാരണം ഒരെണ്ണം തന്നെ മതി, കാരണം ഇവനെ കുടിക്കില്ല എന്നുള്ളത്. അവൻ കുടിക്കാറുണ്ട്, പക്ഷെ ഞാൻ വേറൊരു സാധനം കൂടി ഓർഡർ ചെയ്ത കാരണം മൂപ്പരാൾക്ക് ഇത് വേണ്ടാന്ന് കേട്ടോ പറഞ്ഞത്. അത് വേണ്ടാന്ന് പറയാൻ വേറെ ഒരു റീസണും കൂടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മൂപ്പരാൾക്ക് വല്ല ഷേക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവർക്ക് ബർഗർ കൊടുത്തിട്ടില്ലേ, ഷേക്ക് ഞാൻ നേരെ മേടിച്ച് ഞാനത് കുടിച്ചിട്ടോ. ബർഗർ ആദമും കഴിച്ചു. എന്നിട്ട് പിന്നെ നേരെ ബസ് വന്നു. ബസ്സിൽ കയറി നമ്മൾ നേരെ പോകാൻ നിൽക്കണം കേട്ടോ. എവിടേക്കാണെന്ന് വെച്ചാൽ നമുക്ക് പാവട്ടിക്കാണ് പോകേണ്ടത്. അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കാൻ എനിക്ക് പാവട്ടിലെത്തി. അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് ഞങ്ങൾ പാവട്ടി പോയി. അവിടെ നിന്ന് ഞങ്ങൾ ചെറിയ ഫുഡ് കഴിച്ചു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു വന്നു കേട്ടോ. നല്ല വെയിൽ, അതുകൊണ്ട് ഞാൻ എപ്പോഴും വരുന്ന എളുപ്പ വഴിക്കൂടെ തന്നെ ഞാനൊന്ന് പോന്നു കേട്ടോ. പക്ഷെ ആദമ് ഫസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മൂപ്പരാൾ ഓടിയതാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇതിൽ വന്ന് മൂപ്പരാൾ അതിലും പോയിട്ടോ. അപ്പോൾ മൂപ്പരാൾ ഫസ്റ്റ് എത്തുന്ന വെച്ചിട്ട് എന്നെ നോക്കിയിട്ട് മൂപ്പരാളാണ്ട് ഓടി കേട്ടോ. പക്ഷെ അവന് എന്നെ നോക്കണില്ലല്ലോ. അപ്പം ഞാനും അവൻ്റെ കൂടെ ഇട്ട് ഞാൻ വേഗം കിടന്ന് ഓടി കേട്ടോ. ഫസ്റ്റ് ഞാനല്ല ഫസ്റ്റ് എത്തിയത്. അവിടെ മതി 66 നമുക്ക് കിട്ടും. അങ്ങനെ വീട്ടിൽ വന്ന് ഒന്നിരിക്കുമ്പോഴത്തേനും ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ബാങ്കിൽ പോയി അവിടെ കുറേ ടൈം അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ നായിഫിനെ കണ്ടിട്ടുണ്ടായിരുന്നു. നായിഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനായിട്ട് എൻ്റെ കാറിൽ ഞാൻ നേരെ ചാവക്കാട് പോയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ജാഷിക ബുള്ളറ്റായിട്ട് പോകണം. അത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. മൂപ്പരാൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ബാക്കിലുള്ളത്. ഞങ്ങൾ നേരെ ബാങ്കിൽ നിന്നാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. മൂപ്പരാൾ വീട്ടിൽ നിന്നാണ് വരുന്നത് കേട്ടോ.
അപ്പോൾ മൂപ്പരാൾ ബുള്ളറ്റ് പോകണുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ തങ്ങൾപ്പുഴ എത്തിയപ്പോൾ ഞാൻ നല്ല പൈനാപ്പിൾ ഉപ്പിയിട്ടതും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക ഉപ്പിയിട്ടതും മേടിച്ചു തന്നിട്ടോ. നെല്ലിക്ക എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പൈനാപ്പിളാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ പൈനാപ്പിളാണ് എടുത്തത്. പൈനാപ്പിളൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ചാവക്കാടിക്കാണ് പോണത്. കാരണം ഇനി പോണത് പല്ല് ഡോക്ടർ അടുത്തേക്കാണ് കേട്ടോ. അതിന് മുമ്പ് വേറൊരു സ്ഥലത്തേക്ക് പോകണത്, അവിടെ ഇറങ്ങി അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ പല്ല് ഡോക്ടർ അടുത്തേക്കാണ് പോണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പല്ല് ഭയങ്കര വേദന. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് വേറൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ച് മെഡിസിനൊക്കെ കഴിച്ചിട്ട് വേദന മാറിയപ്പോൾ പിന്നെ ഞാനൊന്നും പോവുകയും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ വേദനയുടെ ആ മരുന്നിൻ്റെ എഫക്റ്റ് ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ വേദന വരട്ടെ. അപ്പോൾ ഇപ്പോൾ വേദന വന്ന് ഞാൻ വീണ്ടും മരുന്നെടുത്ത് കഴിച്ചിട്ട് കുറഞ്ഞപ്പോൾ ഞാൻ പല്ല് പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എന്തായാലും വേണ്ടില്ല പല്ല് പറിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പല്ല് പറിക്കാൻ പറ്റില്ല, അതൊന്ന് കീറെടുക്കണം. അപ്പോൾ ആ ഡോക്ടറിന് ബുധനാഴ്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് തന്നെ പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പൊന്നോത്തിക്കിലാണ് കേട്ടോ വന്നത്. ചാവക്കാട് മണത്തല റൂട്ടിലുള്ള പൊന്നോത്തിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് കുറേ പഴയ പാത്രങ്ങളും മിക്സി അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചാവക്കാട് പൊന്നോത്ത് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് കുറേ ഓഫർ ഉണ്ട് കേട്ടോ. നമ്മൾ നോട്ടോ കുക്കറിനായാലും അതുപോലെ തന്നെ ദോശച്ചട്ടിയൊക്കെ ആയാലും എല്ലാത്തിനും അവർ ഗ്ലാസ്സൊക്കെ വെറും 129 ഉള്ളൂ കേട്ടോ. 6 പീസ് ഗ്ലാസ്സിനൊക്കെ, ചായ ഗ്ലാസ്സിനൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ പഴയ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൽ കൂടെ കുറച്ച് പുതിയ പാത്രങ്ങൾ മേടിക്കണം, അതിൽ കൂടെ വേറൊരു പാത്രം മേടിക്കാമെന്ന് വെച്ചിട്ട് ദോശച്ചട്ടിയൊക്കെ നോക്കേണ്ടത്, ഫ്രൈ പാൻ അങ്ങനെ നോക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് മേലക്കാണ്. ഇവിടെ ഉള്ളിൽ അടിയിൽ വന്ന് നോക്കുമ്പോൾ ഒരു ചെറിയൊരു സ്പേസ് ഉള്ളൂ. പക്ഷേ ഞങ്ങൾ റൈസ് കുക്കർ നോക്കാൻ പോയത് ഏറ്റവും മേലക്കാട്ടോ, 3ാമത്തെ ഫ്ലോറിലോട്ടാണ് പോയത്. അങ്ങനെ ഒരു കുക്കർ നോക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഏറ്റവും മേലെയായിരുന്നു. അപ്പോൾ നമ്മളൊരു 10 ലിറ്ററിൻ്റെ ഒരു കുക്കറും മേടിച്ചു. പിന്നെ നമുക്കൊരു ദോശച്ചട്ടി മേടിക്കാനുണ്ടായിരുന്നു. അതും നമുക്ക് അത്യാവശ്യം വലുത് വേണമായിരുന്നു, പക്ഷെ അവിടെ ഇല്ല, വലുതൊന്നും ഇല്ല കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്, പക്ഷേ ഞങ്ങൾ നോക്കി വന്ന സൈസ് വലിയ ഇതൊന്നുമില്ല. അങ്ങനെ ഇവിടുന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സോന ബേക്കറിലോട്ടാണ് പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, സോനയിൽ പോയിട്ട് നല്ല അവിൽ മിൽക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വന്നിട്ട് അവിൽ മിൽക്ക് മിക്സ് ചെയ്യാണ്ട് കഴിച്ചാൽ എങ്ങനെ ടേസ്റ്റ് അല്ലേ ശരിയല്ലേ? അപ്പോൾ നല്ല അടിപൊളി അവൽ മിൽക്കും കുടിച്ചു. ഇനി നമുക്ക് ഇനി പോകുമ്പോൾ ബസ്സിന് പോകണം കേട്ടോ. കാരണം ചാവക്കാട് വരെയുള്ള നൈഫ് കഴിഞ്ഞ് നമുക്കിനി നേരെ ബസ് ഇറങ്ങി വീട്ടിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ മുത്തമ്മായിന്ന് ഇറങ്ങിയിട്ടത് ഇനിയിപ്പോൾ വീട്ടിലോട്ടാണ് പോയിരുന്നത്. ഇനി വീട്ടിൽ പോയാൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. കുട്ടികളൊക്കെ എന്തായി ഏതാന്ന് റീലക്കാനും ഇന്ന് അവരായിട്ട് പുറത്ത് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ആദമനായിട്ട് പോയി, പക്ഷേ എല്ലാനായിട്ട് പോകാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഒറ്റക്കാണ് പോണത്. രാവിലെ പോകുമ്പോൾ ആദമനെ കൊണ്ടുപോയിട്ടോ. പിന്നെ അവനിങ്ങനെ വെയിലത്ത് കൊണ്ടെടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ പോകുമ്പോൾ ഞാൻ ആദമനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ ആദമൻ്റെ മോന്തൻ്റെ കടന്നൽ കുത്തിയ പോലെ മുഖക്ക് ഇപ്പോൾ ഒരു ഭയങ്കര പുച്ഛിച്ചൊരു ഭാവമാണ്. ഇപ്പോൾ അങ്ങോട്ട് ആക്കും പിടിച്ചിട്ട് ഉമ്മച്ചി എന്നെ കൊണ്ടുപോയില്ലല്ലോ, എന്നെ മാത്രം ഉണ്ടല്ലോ, ഉമ്മച്ചി ഒറ്റക്ക് പോയില്ലേ, ഉമ്മച്ചി പല്ല് പറിക്കാൻ പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ എണ്ണി പറക്കുന്നത്. കാരണം ഞാൻ പല്ല് ഡോക്ടർ പോയപ്പോൾ ഉമ്മാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൊന്നൂത്തിലെത്തിയപ്പോൾ ബാബിക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരാളതൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യല്ലേ. മറ്റേത് ഞാൻ മൂപ്പരാൾ എല്ലായിടത്തും കൊണ്ടുപോകണതല്ലേ. അപ്പോൾ മൂപ്പരാൾക്ക് അതൊക്കെ കണ്ടപ്പോൾ ഒരു വിഷമം, എന്നെ കൊണ്ടുപോയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മോന്തോർപ്പിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ എല്ലാ ബേബി ഞാൻ വരുമ്പോഴത്തേനും മുച്ചി ഞാൻ പുറത്ത് പോയിട്ട് എപ്പോൾ അകത്ത് കയറി വന്നാലും എൻ്റെ മോളിൻ്റെ വന്നിട്ട് മുച്ചേ പറഞ്ഞിട്ട് ഓടി വന്നിട്ട് ഇക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മക്ക് തരുട്ടെ എൻ്റെ എല്ലാ ബേബി. ആദ്യം പിന്നെ കുറച്ച് എന്താ പറയുക വിഷമം പറയലും പരാതി പറയലും അല്ലെങ്കിൽ ഫോണും ഇരുന്നിട്ടിലൊക്കെ ആവട്ടോ. അപ്പോൾ ഞാൻ അവരോട് പറയാം, കണ്ടില്ല എൻ്റെ മോളിൻ്റെ അടുത്തേക്ക് വന്നു, നീ എൻ്റെ അടുത്തേക്ക് വന്നാടാന്ന് നോക്കിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അവൻ ഉമ്മച്ചിനെ കൊണ്ടുപോയില്ലല്ലോ, ഞാൻ നിൻ്റെ മോളെ ഞാൻ എവിടേക്കെങ്കിലും കൊണ്ടുപോകേണ്ടത്, നിന്നെ തന്നെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകണത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചീത്ത പറയട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ എൻ്റെ ഒരു ഇക്കാടെ വീട്ടിലോട്ട് പോയി. കുറേ പോയിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അവിടേക്ക് പോകുമ്പോൾ കയറിയതാണ് കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞിട്ട് എനിക്ക് അവിടേക്ക് വീട്ടിൽ പോകാൻ പറ്റിയില്ല. ഇവിടെ ഇരുന്ന് ബാബിനായിട്ട് സംസാരിച്ചിരുന്ന് ടൈം പോകുന്നത് അറിഞ്ഞില്ല. അങ്ങനെ ഇരുട്ടായി. എന്നിട്ട് പിന്നെ നേരെ ഞാൻ വീട്ടിലോട്ടാണ് പോയത്. പക്ഷേ നമ്മളവിടെ വീട്ടിൻ്റെ അവിടേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പത്തിന് ഉമ്മയുടെ 3-4 മിസ് കോൾ ഉണ്ടായിരുന്നു. ഞാൻ സംസാരത്തിൽ പെട്ടിട്ട് ഞാനത് അറിയ പോലും ചെയ്തില്ല കേട്ടോ. വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥ കാണിച്ചാൽ തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, ഞാൻ എൻ്റെ കൺമഷി ബാഗിൽ നിന്നൊന്നും അറിയാണ്ട് നിലത്ത് വീണ് പോയതാണ് കേട്ടോ. അത് ഞാൻ കണ്ടില്ല, പക്ഷെ ഇവൻ കണ്ടുപിടിച്ച്. ഇവനും എലിനെയും ഓസിലും 3 പേരും കൂടിയിട്ട് കൺമഷി അടിപൊളിയാക്കിയിട്ട് ഇരുന്ന് കിളി പോയിട്ടിരിക്കണ കണ്ടില്ലേ, എന്തോ ഒന്ന് നഷ്ടപ്പെട്ട പോലെ ഇരിക്കണ കണ്ടില്ലേ.
അപ്പോൾ എലിനാക്കുള്ളത് ഇന്ത്യയിൽ നിന്ന് കിട്ടി. എലിനെ വന്ന് കെട്ടി പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇവറ്റകളെ പോയിട്ട് കുളിപ്പിച്ച് ക്രീമൊക്കെ തേച്ചതൊക്കെ കളയലാണ് എൻ്റെ നെക്സ്റ്റ് ഡ്യൂട്ടി. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.